ഹായ് ഫ്രണ്ട്സ്, ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പരുക്ക് പറ്റിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, കേരള കോൺഗ്രസ് എം. മത്സരിച്ച് 12 സീറ്റിലും പരാജയപ്പെട്ടു. 13ാമത്തെ കിട്ടാതെ നന്നായി, അല്ലെ അതിലും തോറ്റനെ. ഗവൺമെന്റ് വിരുദ്ധ തരംഗം, UDF അനുകൂല തരംഗം എല്ലാം കൂടി ചേർന്നപ്പോ CPM-ന് മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന ഘടകകക്ഷികൾക്കും കാലിടറി. ഒരുപക്ഷേ CPM-നോട് വിനീത വിധേയനായി മന്ത്രി തുടർന്നതും എതിർപ്പ് പ്രകടമാക്കേണ്ടിയിരുന്ന പല പ്രശ്നങ്ങളിലും നിശബ്ദനായതും ഒക്കെ കാരണങ്ങളാവാം. എന്താണെങ്കിലും ഇപ്പൊ എല്ലാവർക്കും കളിയാക്കാനുള്ള പേരാണ് കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും. പക്ഷെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നന്നായി എന്ന് ഞാൻ പറയും. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്, പൊതുജന സേവനത്തിനൊന്നും അധികാരം നിർബന്ധമേ ഉണ്ടായിരിക്കേണ്ട ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ BJP നോക്ക്, ഇവിടെയല്ലേ 3 സീറ്റ് ആയത്. ഇതുവരെയോ O രാജഗോപാൽ ഒഴിച്ചാൽ വേറെ ആരും MLA-മാരായിരുന്നില്ല. പക്ഷേ കേരളത്തിലെ ഓരോ പ്രശ്നങ്ങളിലും BJP ഇടപെടാറുണ്ട്, തങ്ങളുടെ റോള് ഭംഗിയായി തന്നെ നിർവഹിക്കാറുമുണ്ട്. അധികാരമില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. സാധിക്കുമെങ്കിൽ ഈ മുന്നണിയിൽ നിന്ന് ഇവ രാജിവെക്കുകയും കൂടി ചെയ്യണം. എന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന് തങ്ങളുടെ ശക്തി തെളിയിക്കാൻ അവർക്ക് സാധിക്കണം. എങ്കിലേ ഒരു തിരിച്ചുവരവ് സാധ്യമാവൂ. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് അബു ജോസഫ്, ശ്രീമാൻ P. ജോസഫിന്റെ മകൻ പറഞ്ഞിരിക്കുന്നു, മുടിയനായ പുത്രനെ പോലെ KCM-നെ UDF-ലേക്ക് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. തല്ലാനോ തലാവിടാനോ ആർക്കറിയാം. ഒരുപക്ഷെ ശ്രീമാൻ P. ജോസഫ് ചെയ്ത തെറ്റുകുറ്റങ്ങൾക്കെല്ലാം പശ്ചാത്താപമാണോ അതോ വീണ്ടും ഒതുക്കാനാണോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, എമ്മും ജെയും പിരിയാനുള്ള കാരണം തന്നെ പാലാ ഇലക്ഷനാണ്. ചിഹ്നം കൊടുക്കാതിരുന്നതും ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. എന്താണെങ്കിലും ഈ ഒരു പരാജയം കൊണ്ട് ആ പാർട്ടിയുടെ അഡ്രസ് പോയി എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് എഴുതള്ളാനാവുകയില്ല. തിരിച്ചു വരുവാൻ കഴിയട്ടെ. ആ പാർട്ടി ഈ സംസ്ഥാനത്തിന്റെ സാമൂഹിക വ്യവസ്ഥയിൽ നിർണായക സ്വാധീനമുള്ള പാർട്ടി തന്നെയാണ്. അത് തകർന്നു പോകാതിരിക്കട്ടെ, ശക്തിയായി തിരിച്ചു വരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.